ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഈവനിങ് ഷോപ്പിംഗ് വ്ളോഗാണ് കാണിക്കുന്നത്. നമ്മൾ കുവൈറ്റിൽ ഫാഹേൽ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഷോപ്പിങ്ങിനായി പോകുന്നത്. നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ബസ് അവൈലബിൾ ആണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. എന്നാൽ പോലും നമ്മുടെ ഈ ബസ് യാത്ര വളരെ എൻജോയബിളാണ്. നമ്മുടെ കുഞ്ഞുവാവയായിട്ട് ഇവാൻ ബേബി ഇല്ലാതെ ആദ്യമായിട്ടാണ് ബസ്സിൽ പോകുന്നത്. അപ്പം അവിടുന്ന് ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ലൈറ്റിങ്ങും വണ്ടികളൊക്കെ കണ്ട് അവനിങ്ങനെ ഇരിക്കുകയാണ്. വണ്ടിയിലൊന്നും അധികം ആളും തിരക്കൊന്നുമില്ല. 300 ഫിൽസ് മാത്രമാണ് ഒരാളുടെ ട്രാവൽ എക്സ്പെൻസ്. കുഞ്ഞു കുട്ടികൾക്ക് 15 വയസ്സ് വരെ ടിക്കറ്റ് ഫെയർ ഇല്ല. അങ്ങനെ നമ്മൾ ഫായയിലെത്തി. രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് ഷോപ്സും എല്ലാം ഉണ്ട്. ഒരു മസ്ജിദുണ്ട് ചെന്നിറങ്ങുന്നിടത്ത്. എന്നിട്ട് ഈ സ്ട്രീറ്റിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട്. മൊബൈൽ ഫോൺസിൻ്റെ ഷോപ്സ്, അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഷോപ്സ് ഉണ്ട്. പിന്നെ കൂടുതലും ഗോൾഡ് സൂക്സാണ് ഇവിടെ ഉള്ളത്. അറബിക്കായിട്ടുള്ള കുറേ ഷോപ്സ് ഉണ്ട് ഗോൾഡിൻ്റേതായിട്ട്. അതുപോലെ മണി എക്സ്ചേഞ്ചസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. കൂടുതലും ഗോൾഡ് ഷോപ്സും സൂക്സുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കടകൾ രണ്ട് സൈഡിലുണ്ട്. ഹോസ്പിറ്റൽ, ചെറിയ ക്ലിനിക്കുകളുണ്ട്. ഓപ്പോസിറ്റ് സിറ്റി ക്ലിനിക്കുണ്ട്. അപ്പുറത്തെ സൈഡിൽ നെസ്റ്റോ ഉണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് റെഡ് ടാഗ് ഉണ്ട്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ലുലുവിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ലുലുവിനോട് ചേർന്ന് തന്നെ ഗ്രാൻഡ് ഹൈപ്പറുണ്ട്, നെസ്റ്റോ ഉണ്ട്. ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ അടുത്ത്. അങ്ങനെ ഇന്ന് നമ്മൾ ലുലുവിലാണ് പർച്ചേസിനായി കയറുന്നത്. അങ്ങനെ ലുലുവിൻ്റെ ഓപ്പോസിറ്റാണ് മാക്സ്. ലുലുവിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് നോട്ട് ചെയ്തു, കാന്താരി കിച്ചൺ. ഞങ്ങളവിടെ കയറിയിട്ടില്ല. ഇനി വേറൊരു ദിവസം അവിടെ കയറുമ്പോൾ നമുക്ക് വ്ളോഗ് എടുത്ത് നിങ്ങളിൽ എത്തിക്കുക. അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് കയറി. എൻട്രൻസ് ഉണ്ട്. കുഞ്ഞുവാവ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. അങ്ങനെ അതിലേക്ക് കയറുവാണ്. ഇന്നൊരു തേഴ്സ്ഡേ ഈവനിങ് ആണ്. ഫ്രൈഡേ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ലൈറ്റും കളറും ഒക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഉള്ളിലേക്ക് കയറുവാണ്. ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. സമ്മർ ഡീൽസ്, ക്ലിയറൻസ് സെയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 20% അബോവ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇതിപ്പോൾ സ്കൂൾ ടൈമിംഗ് ആയതുകൊണ്ട് ഒരുപാട് ബാഗ്സ്, കുഞ്ഞുങ്ങളുടെ ഐറ്റംസൊക്കെയാണ് ജസ്റ്റ് എൻട്രൻസിൽ തന്നെ കാണുന്നത് കേട്ടോ. ബാഗൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കയറുമ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറച്ച് റാറ്റിൽസൊക്കെ ഉണ്ട് കേട്ടോ. 1,200 ഉള്ളൂ ഇതിന്. നമുക്ക് ഓൾറെഡി ഇത് നമ്മുടെ കുഞ്ഞിന് ഞങ്ങളുടെ ഒരു സൂര്യ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത് റാറ്റിൽ സെറ്റാണ്. ഇപ്പം കളേഴ്സൊക്കെ. ഇനിയും പിന്നെ നമ്മൾ ഫ്രോസൺ സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. ഫ്രോസൺ സെക്ഷനിലായിട്ട് ഒരുപാട് ചിക്കൻ ബർഗർ, അതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള ചപ്പാത്തീസ്, പൊറോട്ടാസ്, പിന്നെ അതുപോലെ മിൻഡ് ബീഫ്, പിന്നെ ഫ്രോസൺ ബീഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഇതാട്ടോ ലുലു ബീഫ്. ലുലു ബീഫ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബീഫാണ്. കാരണം അതിനകത്ത് അധികം വേസ്റ്റേജ് ഒന്നുമില്ല. നല്ലൊരു നാട്ടിലെ ബീഫിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഞങ്ങളിവിടെ വന്ന് ഫ്രഷ് ബീഫ് വാങ്ങുന്നതിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പ്രിഫർ ചെയ്യുന്നതുമായിട്ടുള്ള ലുലു ബീഫാണ്. പിന്നെ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മൾ ടേസ്റ്റ് ചെയ്തതിൽ അതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറേ ചീസസ്, പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരുപാട് നഗറ്റ്സ്, പിന്നെ എന്താ പറയുക, റെഡി ടു കുക്ക് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ മെയിനായിട്ട് പിസ്സാസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ്. വേറെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ കട്ട്ലെറ്റ്സ്, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കുറേ നമ്മൾ കേട്ടില്ലാത്തതായിട്ടുള്ള. പിന്നെ കൂടുതലും ചിക്കൻ നഗറ്റ്സിൻ്റെ സെക്ഷനാണ് ഇത്. നമ്മുടെ ഇവാൻ ബേബിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ പോട്രി സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. അവിടെയാണെങ്കിലും കുറേ ഫ്രഷ് ലെബാൻസ്. നമുക്ക് ലെബാൻ വേണം, മിൽക്ക് വേണം. അപ്പം നമ്മൾ ആ ലെബാൻ സെക്ഷനിലേക്ക് വന്നു. ഫ്ലേവേർഡ് ലെബാൻസ് ഉണ്ട് ഒരുപാട്. നമ്മൾ KD കൗവിൻ്റെ ഫ്രഷ് ലെബാനാണ് എടുക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിന് വീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലായിടത്തും അവൈലബിൾ അല്ലാത്തതായിട്ടുള്ള ഗോട്ടിൻ്റേതും ക്യാമലിൻ്റേതുമായിട്ടുള്ള ഒരുപാട് മിൽക്ക് പ്രൊഡക്ട്സും കേർഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാമലിൻ്റെ മിൽക്ക് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. തിക്കായിട്ടുള്ളൊരു ഇതാണെന്നാണ് പറയുന്നത്. ഒരിക്കൽ ട്രൈ ചെയ്യണം. അതുപോലെ ഉണ്ട് നല്ല മൺപാത്രങ്ങളിൽ ഗോട്ടിൻ്റെ കേർഡാണിത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അത് നാട്ടിൽ വെച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ നമ്മളത് വാങ്ങിയിട്ടില്ല. അതുപോലെ ദോശ ബാറ്റർ, റെഡി ടു കുക്കായിട്ടുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. അതെല്ലാം ഈ സെക്ഷനിലാണുള്ളത്. ക്യാമലിൻ്റെ മിൽക്ക് എല്ലാം ഫ്രഷ് ക്യാമൽ മീറ്റ്, ലെബാൻ, ഗോട്ട് ഐറ്റംസ് ഇതെല്ലാം ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഒരു കുസീൻ തന്നെയുണ്ട് അവിടെ. അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മന്തീസ്,
ഡിഫറെൻറ്റ് കുറുമാസ്, ചിക്കൻ പെപ്പർ, ചിക്കൻ ഡ്രൈ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ്, ന്യൂഡിൽസ്, ഷെഷ്വാൻ ന്യൂഡിൽസ്, മിക്സഡ് ഫ്രൈഡ് റൈസ്, പെപ്പർ ഗോബി, മിക്സഡ് ഫ്രൈഡ് റൈസ്, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ഒരുപാട് ഫിഷ് ഐറ്റംസിൻ്റെ ഗ്രില്ലുണ്ട്. നമ്മുടെ നോർമൽ കപ്പ, മീൻകറി റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കൂടുതലും ഇവിടെ നമുക്ക് ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ഫുഡ് സ്റ്റോൾ അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് അവിടെ ആയിട്ടില്ല കേട്ടോ. പിന്നെ ബ്രോസ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഒരു നീണ്ടൊരു ക്യൂ തന്നെയുണ്ട്. ഫുഡ് എല്ലാം കവർ ചെയ്ത് പറയാൻ പറ്റുന്നില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയയിൽ തന്നെയാണ് അവർ. ബോയിൽഡ് എഗ്ഗ് വരെ ഉണ്ട്. ഫിഷ് ഐറ്റംസിൻ്റെ തന്നെ ഒരു വലിയ സെക്ഷനുണ്ട്. പിന്നെ കബാബ് ഐറ്റംസ് ഉണ്ട്. എല്ലാ കൺട്രീസിനും ആൾക്കാരുടെ. പിന്നെ ഫുൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഹാഫ് ഉണ്ട്. നമ്മൾ പറയുന്നതനുസരിച്ച് അവർ നമുക്ക് പാക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഓൾമോസ്റ്റ് ഇതെല്ലാം കൗണ്ടറെല്ലാം കാലിയായി, കാരണം ആൾക്കാർ വരുന്നവരെല്ലാം തന്നെ ഫുഡ് അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴെപ്പോഴും കൂടുതൽ ഈ ബ്രോസ്റ്റാണ് വാങ്ങാറ് ഇവിടുന്ന്. അങ്ങനെ ഇവിടുന്ന് പിന്നെ ഒരു അപ്പുറത്തെ സൈഡിലായിട്ട് ഇവർക്ക് ഒരു പാനിപ്പൂരിയുടെ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നത്. അവർ സ്റ്റോപ്പ് ചെയ്ത് അവരിങ്ങനെ പാക്ക് ചെയ്ത് 5 to 6 പീസസ് സ്റ്റഫ് ചെയ്ത് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. പാനിപ്പൂരി ഫ്രഷാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഫിഷ് സെക്ഷനിലേക്ക് പോവാം. എല്ലാ ഫിഷും തന്നെ ഫ്രഷാണ്. നമ്മൾ ബാക്കി കടകളിലെ അപേക്ഷിച്ച് വില കൂടുതലാണ്, പക്ഷേ സാധനം വളരെയധികം ക്ലീനായിട്ട് വെച്ച്. ഹമൂറാണ് ഇരിക്കുന്ന ഫിഷ്. എല്ലാ ഫിഷിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. പിന്നെ റെഡ് പാംലെറ്റ് ഉണ്ട്. ഇത് നമ്മുടെ റെഡ് സ്നാപ്പർ, അതായത് നാട്ടിലെ ചെമ്പല്ലി എന്ന് പറയുന്ന മീനാണ്. പിന്നെ ബ്ലാക്ക് പാംലെറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് ബ്ലാക്ക് പാംലെറ്റാണ്, മറ്റേ വൈറ്റ് പാംലെറ്റാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് കുറേയേറെ മീനുകളുണ്ട്, എല്ലാത്തിനൊന്നും പേരറിയില്ല. പിന്നെ നമ്മുടെ നോർമൽ അയല, മത്തി, നെയ്മീനാണ് ഇരിക്കുന്നത്. സാമൺ ഉണ്ട്. സാമൺ ഡിഫറെൻ്റായിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുള്ളായിട്ടുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ അങ്ങോട്ട് കുറേ സീ ഫുഡാണ്, സീ ഫിഷസ് ആണുള്ളത്. നമ്മുടെ ക്ലാംസ് ഉണ്ട്. അതുപോലെ അങ്ങോട്ട് പ്രോൺസ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ചെറുതും വലുതായിട്ടുള്ള പ്രോൺസ് ഉണ്ട് കേട്ടോ. വേറെ ഒമാൻ മത്തിയുണ്ട്. പിന്നെ നമ്മുടെ അയലയുണ്ട്. പിന്നെ നമ്മുടെ ക്രാബ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ നീസർ എന്ന് പറഞ്ഞ ഒരു ഫിഷുണ്ട്. പിന്നെ നമ്മുടെ കുറുവപ്പരൽ, അങ്ങനെ. പിന്നെ ഒക്ടോപ്പസ്, സ്ക്വിഡ് ഒക്കെയുണ്ട്. സ്ക്വിഡിൻ്റെ വലുതും ചെറുതും അവൈലബിളാണ് കേട്ടോ. ഇതാണ് നീസർ എന്ന് പറഞ്ഞ ഫിഷ്. അങ്ങനെ നീണ്ടൊരു നിര തന്നെയുണ്ട് കേട്ടോ ഫിഷിൻ്റെ. അവിടെ കട്ട് ചെയ്ത് അവർ വേണ്ടത് ക്ലീൻ ചെയ്ത് നമുക്ക് തരും. ഇതാണ് വലിയ സ്ക്വിഡ്, ഇവിടുത്തെ കുവൈറ്റി സ്ക്വിഡ് എന്നാണ് പറയുന്നത്. അത് ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇൻഡോർ പ്ലാന്റിന് അത് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. സീഡ്സ് അവൈലബിൾ ആണ്. മണ്ണ് അവൈലബിൾ ആണ്. മണ്ണ് ഒരു ചാക്കിനൊക്കെ 1 KD 1.5 KD ഒക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ട വിത്തും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആട്ടോ ഇവിടെ. നമുക്കൊരു ഇൻഡോർ പ്ലാന്റിന് ഫുൾ സെറ്റിംഗ് ഉണ്ട്. അതിൻ്റെ സ്പ്രേയർ ഉണ്ട്. അതുപോലെ പോട്ട് അവൈലബിൾ ആണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഒരു സൈഡിലോട്ട് വൈഡ് ഏരിയ ആണ് കവർ ചെയ്ത് കൊടുക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രഷാണ്. ഫ്രൂട്ട്സിൻ്റെ ഒരു ഡെക്കറേറ്റീവായിട്ട് അവർ നല്ലൊരു അട്രാക്ഷൻ, സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് നമുക്കവിടെ. ആപ്പിൾസ്, ഓറഞ്ചസ്, അതിൻ്റെയൊക്കെ ആ ഒരു കളറ് നല്ലൊരു ഫ്ലിക്കറിങ് ആണ്. ആ കളറെന്ന് പറയുന്നത് കുഞ്ഞ് ബേബി ആ കളേഴ്സൊക്കെ കണ്ട് വളരെയധികം എൻജോയ് ചെയ്താണ് അതിൻ്റെ നടുക്കൂടെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓറഞ്ചസും റെഡ് ആപ്പിൾ, കുറച്ച് ഗ്രീൻ ആപ്പിളൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് ഏത്തയ്ക്ക ഉണ്ടായിരുന്നു, ഏത്തയ്ക്ക അതും നമ്മൾ കുറച്ചെടുത്തു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് സൈഡിൽ പലതരത്തിലുള്ള, ഇവിടെ ഒന്ന് ആദ്യമായിട്ടാണ് കേട്ടോ പച്ചക്കുരുമുളക് കാണുന്നത്. ഞങ്ങളൊരു പച്ചക്കുരുമുളക് എടുത്തു. പിന്നെ അങ്ങോട്ട് പിയേഴ്സൊക്കെ ഉണ്ട്. പല കളറിലുള്ള ചില്ലീസുണ്ട്. ഇത് നാട്ടിൽ വന്ന് ഞാൻ ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് കഴിഞ്ഞാൽ മംഗോസ്തിക്ക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ, അത് പൊട്ടിച്ച് കഴിക്കാനായിട്ട്. പിന്നെ ഇപ്പം നമ്മുടെ അവോക്കാഡോസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം മുകളിലെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന 2 പേരെ കണ്ടു. അങ്ങനെ മുകളിലേക്ക് ഞങ്ങൾ പോവാണ്. മുകളിൽ ടൈം സോൺ, അവിടെ വാച്ചസ് ഉണ്ട്. അതുപോലെ ഒരു ഗാർമെൻറ്റ്സ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ സെക്ഷനുണ്ട്, ടോയ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ടൈം സോൺ എന്ന് പറയുന്നത് ടൈം ഹൗസ്, അവിടെ ഒരുപാട് വാച്ചസ് ഉണ്ട്. എപ്പോഴും നാട്ടിലൊക്കെ പോകുമ്പോൾ വാച്ചൊക്കെ വേണ്ടപ്പോൾ അവിടെ നിന്നാണ് പോയി വാങ്ങുന്നത്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ, കിഡ്സിൻ്റേതും ആയിട്ടുള്ള
ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി പിന്നെ സോഫ്റ്റ് ടോയുടെ സെക്ഷനിലെത്തി. സോഫ്റ്റ് ടോയ് നമ്മുടെ കുഞ്ഞിൻ്റെ മേജർ അട്രാക്ഷനാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേനും അവൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ടോയ്സൊക്കെ എടുത്ത് അവനെ കാണിച്ചു. നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്ന ടോയ്സ് തന്നെയാണ് കേട്ടോ അവിടുത്തെ. നമുക്ക് ഒരുപാട് തവണ ഞാനിങ്ങനെ പിക്ക് ചെയ്യാറുണ്ട് ഈ ടോയ്സ്. ഇപ്പം നമുക്ക് സ്പേസിൻ്റെ കുറവുണ്ട് കണ്ടാൽ നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന ടൈഗർ അങ്ങനെയെല്ലാം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നെ ബാഗ്സിൻ്റെ സെക്ഷൻ, പെൻസിൽസ്, ഫയൽസ്, ഫോൾഡേഴ്സ്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ A to Z ഐറ്റംസും അവിടെ അവൈലബിൾ ആട്ടോ. പിന്നെ കുഞ്ഞ് ബേബീസിന് നാപ്പീസ് ഉണ്ട്, കിഡ്സ് ആൻഡ് ബേബി സെക്ഷൻസ് ഉണ്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ട്. എല്ലാം ഓൾമോസ്റ്റ് 50% ഓഫൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാർമെൻറ്റ്സ്, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഇതായിട്ടുള്ള ട്രോളീസ്, ബൈസൈക്കിൾസ് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആട്ടോ. അവിടെ 50% ഓഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ സെക്ഷനിലേക്കൊന്നും പോകുന്നില്ല, ഒരുപാട് നമുക്ക് ടൈം കുറവാണ്. നമുക്ക് 2-3 സെക്ഷൻ, പിന്നെ ട്രോളീസ് നമ്മുടെ കുഞ്ഞു ബേബീസിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ താഴത്തെ സെക്ഷനിലേക്ക് വരുവാണ്. അവിടെ മെയിനായിട്ടും ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ് ഒക്കെ ഉള്ള ഏരിയ ആണ്. കുറച്ച് ലൂസായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള പൾസസ് വേണം. പിന്നെ മെയിനായിട്ടും ബേബിയുടെ വെറ്റ് വൈപ്സ് തീർന്നിരിക്കുക. അപ്പോൾ അതിലേക്ക് അവൻ ബേബി ഒന്ന് ചില്ല് ചെയ്ത് ഞങ്ങളതിലേക്ക് പോവുകയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനിപ്പോൾ ക്ലൈമറ്റ് ചൂടായതുകൊണ്ട് ഇത് കടയ്ക്കകത്തൊക്കെ കയറി എൻ്റെ കൂടെ ഇങ്ങനെ കങ്കാരു ബാഗിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് പുള്ളി ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഇവാൻ കുട്ടിയില്ലാത്ത നമുക്ക് ഭയങ്കര മിസ്സിങ് കേട്ടോ. അവൻ വെക്കേഷനായിട്ട് നാട്ടിൽ പോയി ഇപ്പോൾ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജോൺസൻ്റെ വെറ്റ് വൈപ്സ് എടുത്തു. അങ്ങനെ അതെടുത്തതിന് ശേഷം താഴെ വന്നു. നമ്മൾ വേണ്ട കുറച്ച് നട്ട്സ് എടുത്തു. പിന്നെ എന്നാ പറയുന്നത്, സെമോളിന എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് പീസ് എടുത്തു. അങ്ങനെ ഇതുണ്ടോ ഫ്രഷ് ആയിട്ടുള്ള നട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതുപോലെ മിൽക്ക് സെക്ഷനൊക്കെ ഇവിടെ തന്നെയാണ്. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ വെളിയിലേക്ക് ബില്ലിങ്ങിന് ശേഷം ഇറങ്ങുകയാണ്. എന്നിട്ട് നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ വെച്ചതിന് ശേഷം നമുക്കിനി ഗ്രാൻഡിലൊന്ന് കയറണം, ഗ്രാൻഡ് ഹൈപ്പറിലൊന്ന് കയറണം. അവിടുത്തെ ഒരു ഫുഡ് സെക്ഷനിലും കൂടെ ഒന്ന് കയറാനുണ്ട്. ഒരു ലിവർ പെപ്പർ റോസ്റ്റ് മേടിക്കാൻ വേണ്ടി ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ ഒരു ലിവർ പെപ്പർ റോസ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മുടെ ചപ്പാത്തീസുണ്ട്. ഇവിടെ നമ്മൾ ബ്രോസ്റ്റ് മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് കുക്കിംഗ് ഒന്നും നടന്നില്ല. ഇനിയിപ്പം നാളെ ഒരു വീക്കെൻഡ് ആയിക്കൊണ്ട് ബിസിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇന്ന് ബേബിയായിട്ട് കടയിൽ കയറി കഴിക്കാനുള്ളൊരു വൈബ് ഫീൽ ചെയ്തില്ല. അപ്പം ഓൾമോസ്റ്റ് 10:30 ആയി ടൈം. നമ്മളങ്ങനെ അവരുടെ ഫുഡ് സെക്ഷനിലേക്ക് കയറുകയാണ്. ഫുഡ് സെക്ഷനിലെല്ലാം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവിടെയും ഉണ്ട്. ബിരിയാണീസ് ഉണ്ട്, അതുപോലെ ബ്രോസ്റ്റ് ഉണ്ട്. ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ബ്രോസ്റ്റ് വാങ്ങി. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, കപ്പ, മീൻ കറി, പിന്നെ എന്നാ പറയുന്നത് പൊറോട്ട, കൊത്തു പൊറോട്ട, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പായസം, സ്വീറ്റ്സൊക്കെ ഉണ്ട്. അങ്ങനെ എന്ത് വാങ്ങും, നമ്മുടെ ലിവർ പെപ്പർ റോസ്റ്റ് നമ്മൾ വാങ്ങുവാണ്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. ഞാനെപ്പോഴും ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ എന്നറിയില്ല ലിവർ, പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ലിവർ വാങ്ങി. വീട്ടിൽ ഓൾറെഡി ചപ്പാത്തി ഉണ്ട്. ഞങ്ങൾ ചെന്ന് അവിടെ നിന്ന് അത് വാങ്ങി ഇറങ്ങി. ഇനി ഞങ്ങൾ ഫൈനൽ ഷോപ്പിങ്ങിനായിട്ട് മാർക്ക് ആൻഡ് സെയിലിൽ കയറുവാണ്. മാർക്ക് ആൻഡ് സെയിലിൽ ഞങ്ങൾക്ക് 3 ലിറ്ററുള്ളൊരു ഫ്ലാസ്ക് വേണമായിരുന്നു. അപ്പോൾ ആ ഫ്ലാസ്കിന് വേണ്ടി ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേനും അതിൻ്റെ സ്റ്റോക്ക് ഔട്ടായി പോയായിരുന്നു. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകണം. അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. 500 ഫിൽസ് ഓൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം മാർക്ക് ആൻഡ് സെയിലിലേക്ക് തന്നെ ഒരു ദിവസം വന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യാം കേട്ടോ. മാർക്ക് ആൻഡ് സെയിൽ ഞങ്ങളുടെ ഏരിയയിലുള്ള ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എല്ലാ തിങ്സും തന്നെ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പം നമുക്ക് ടൈമിൻ്റെ കുറവ് കാരണം നമ്മൾ മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം മാത്രം മേടിക്കാൻ ഫോക്കസ് ചെയ്ത് പോവാണ്. പോകുന്ന വഴി എൻ്റെ കണ്ണൊന്ന് വാച്ചിലുടക്കി. എനിക്ക് വാച്ച് ഒരു മേജർ അട്രാക്ഷൻ. ഒരുപാട് വാച്ചസ് ഉണ്ട്, പക്ഷേ വാച്ച് കാണുമ്പോൾ എന്താണെന്നറിയില്ല ഗൈസ്. അങ്ങനെ അച്ചാച്ചൻ എന്നെ വലിച്ച് പുൾ ഔട്ട് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. വാച്ച് കാണുമ്പോഴത്തേക്ക് ഏത് പ്രായക്കാർക്ക് പറ്റുന്ന വാച്ചും വലിയ ഡയലുള്ള വാച്ചാട്ടോ എൻ്റെ അട്രാക്ഷൻ. അവിടെ 2.890 നല്ല വലിയ ഡയലുള്ള വാച്ചുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഒരു അട്രാക്ഷനാണ് കീ ചെയിൻസ്. അതും അവിടെ ഒരുപാടുണ്ട്. പിന്നെ കുഞ്ഞു ബേബിയായിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് നമുക്ക് വേണ്ട സെക്ഷനിലേക്ക് പോവാണ്. അങ്ങനെ അവനിങ്ങനെ ഹാപ്പി ആയിട്ട് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അവനെ ഞങ്ങളൊന്ന് കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുള്ളി ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെ അവന് അച്ചായി ഒന്ന് പോയി തലോടി അവനൊന്ന് ചിരിച്ച് ഹാപ്പിയാണോന്ന് കംഫർട്ടബിൾ ആണോന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞങ്ങൾ ചെന്ന് ഇറങ്ങും കേട്ടോ. അങ്ങനെ ആ സെക്ഷനിൽ ഒരു പയ്യനാണ് ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരേ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതപ്പോഴും അവൈലബിൾ അല്ല കേട്ടോ. ഒരു അഡാർ ഐറ്റം തന്നെയാണ്. നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരുപാട് നേരം ചൂട് നിൽക്കും. നമുക്ക് വീട്ടിൽ ഈ ഐറ്റം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ അത്
അതിങ്ങനെ റീഫില്ല് ചെയ്യുന്നൊരു ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്നൊരു ഐറ്റം കേട്ടോ. അത് പോയി കഴിഞ്ഞ് അതിൻ്റെ ഫില്ലർ മാറ്റി കിട്ടിയില്ല. അതിനുശേഷം അങ്ങനെ പറഞ്ഞ് ഇപ്പോഴാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം. അങ്ങനെ നമ്മളത് കയ്യോടെ എടുത്തു. അതുകൊണ്ട് അതെടുത്തത് കൊണ്ട് പോകണ സെക്ഷനിലെ പയ്യനെ നമുക്ക് കൈമാറി. അതുകൊണ്ട് നമ്മൾ പോവാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോവാം കേട്ടോ. അങ്ങനെ ഇനി നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഐറ്റം കൂടിയുണ്ട്. അത് മേടിച്ച് ഞങ്ങളിങ്ങനെ പോകേണ്ട ഒരുപാട് ഇവിടെ ഉണ്ട് നമ്മുടെ സ്റ്റഫ് ടോയ് ഐറ്റം. പിന്നെ എപ്പോഴും അവനൊരു പ്ലേ മാറ്റ് വേണമായിരുന്നു. അത് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കും. എപ്പോഴും ഇല്ലെന്ന് പറഞ്ഞാൽ സ്ലൈംസ് ഒക്കെ ഉള്ളൊരു ഏരിയ കവർ ചെയ്ത്. പിന്നെയും ഞാനും കുഞ്ഞുവാവയും എപ്പോഴും ഈ സ്റ്റഫ്ഡ് ടോയ് സെക്ഷനിൽ എപ്പോഴും വരാം. ഞങ്ങളുടെ റൊട്ടീനാണ് കേട്ടോ. അത് അവനിങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് അവൻ ചിരിക്കുകയും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ വന്ന് അവൻ അതിലേക്ക് ഒന്ന് തഴുകി പോകുന്നത് നമുക്കൊരു ഹാബിറ്റായിട്ടുണ്ട്, പുള്ളിയുടെ ആ സന്തോഷം കാണാനേ. അപ്പം ഇതിലൊക്കെ നമ്മുടെ ഇവാൻകുട്ടനാണ് മിസ്സിങ് കേട്ടോ. കണ്ടോ ആ ഒരു ഇതിനെ മാനിനെയൊക്കെ കണ്ടാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നും കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ എന്നാണെങ്കിലും ഇതിനെ വാങ്ങിയിട്ട് പോകണം, അത്രയ്ക്ക് ഭംഗിയുണ്ട്. നമുക്ക് ഇവിടെ ഒരിടത്തും വെക്കാൻ സ്പേസ് ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനം തന്നെ ഫുള്ളാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ സാധനം എടുത്ത് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി. ഞാൻ ഓരോന്ന് കാണുമ്പോൾ അവിടെ നിൽക്കും കേട്ടോ. അവിടെ നിൽക്കും ഓരോന്ന് കാണുമ്പോൾ. പിന്നെ നമ്മൾ താഴെ വന്നു, നമ്മുടെ ബ്യൂട്ടി സെക്ഷനിൽ വന്നു. നമ്മൾ ആണുങ്ങളുടെ ഒരു ഫെയർ ആൻഡ് ലവ്ലി എടുത്തു. എന്നെ കൊണ്ട് അത് എടുപ്പിച്ചില്ല, അവിടെ എടുപ്പിച്ചു. നിനക്ക് വേണ്ട എന്ത് വേണം എടുത്തു, എനിക്ക് വേണ്ട ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സോളിഡ് 2019 ഉപയോഗിക്കുന്നൊരു സോളിഡ് റെക്കമെൻഡ് ചെയ്യാവുന്നൊരു മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ. അങ്ങനെ സോളിഡ് വാങ്ങി. അച്ചാച്ചന് സോളിഡിൻ്റെ ഇതാണ് വേണ്ടത്. എനിക്കതിൻ്റെ സ്പ്രേയും അച്ചാച്ചൻ അതിൻ്റെ ഡിയോയും ആണ്. അത് ഞങ്ങൾ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മോൺ ചെയ്തു. പിന്നെ വേണ്ട സെക്ഷൻ വേണ്ടത് അവിടെ നമ്മൾ ബേബി വൈപ്സ് വാങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ബേബി വൈപ്സിന് ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് എപ്പോഴും ആവശ്യമുള്ളതുകൊണ്ട് അതും ഞങ്ങൾ 2 പാക്കറ്റ് വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ താഴെ എത്തി. ഇതവിടുത്തെ മാനേജർ സാറാണ്, അറ്റാച്ചനുമായിട്ടൊരു ഫ്രണ്ടാണ്. സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ഞങ്ങളെ ബില്ലിങ്ങിലേക്ക് എത്തി. ബില്ലിങ്ങിലെത്തിയതിന് ശേഷം അവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ ആളാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. പെനഡോളൊക്കെ അവിടെ കണ്ടുകിട്ട് അവൈലബിൾ, അതുവരെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ബില്ലിങ്ങും കഴിഞ്ഞു. ഞങ്ങൾ ഓൾറെഡി അച്ചാച്ചൻ വെളിയിൽ ടാക്സി നമ്മൾ ഫൈസൽ ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി വന്നു, വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടുത്തെ പെട്ടെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന ഭാഗമാണ്. അങ്ങനെ ഇറങ്ങി തിങ്സ് എല്ലാം എടുത്ത് അച്ചാച്ചൻ പുറകെ വരുന്നുണ്ട്. കുഞ്ഞോ ലൈറ്റൊക്കെ കണ്ടിങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടാക്സി അധികം താമസമില്ലാതെ എത്തി. അങ്ങനെ ഞങ്ങൾ കയറാൻ പോവാണ്. ഇനി അധികം താമസിക്കാൻ നമ്മൾ വീട്ടിലെത്തുന്നതാണ്. നമ്മുടെ ടാക്സി വന്നു. ലഗേജ് സാധനങ്ങളെല്ലാം ബാക്കി കുറച്ച് ലുലുവിലിരിപ്പുണ്ട്. പോകുന്ന വഴി അത് അച്ചാച്ചനെടുക്കും. ഞങ്ങളങ്ങനെ വണ്ടിയിലേക്ക് കയറുവാണ്. വണ്ടിയിൽ കയറി എത്ര പറഞ്ഞാലും നമ്മുടെ ബസ് ട്രിപ്പ് അതൊരു എൻജോയബിൾ ട്രിപ്പ് തന്നെ. പക്ഷേ നൈറ്റ് നമുക്കത് ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും വൺ സൈഡ് പറ്റുവാണെങ്കിൽ മാക്സിമം ഞങ്ങൾ ബസ്സിന് തന്നെ വരും കേട്ടോ. എന്നിട്ട് അത് നമുക്ക് നാട്ടിലും കിട്ടാത്തൊരിതാണ്. 2 സൈഡിലും നമ്മൾ നാട്ടിൽ കയറുന്ന പോലത്തെ ഒരു ഇതല്ല. നാട്ടിൽ നമ്മളെപ്പോഴും വണ്ടിയിൽ തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിലെത്തി. നമ്മൾ തിങ്സ് എല്ലാമായിട്ട് ലഗേജൊക്കെ ആയിട്ട് അകത്തേക്ക് കയറുവാണ്. ഞാൻ കുഞ്ഞുവാവ അങ്ങനെ വീട്ടിലെത്തി. 11 മണിയായി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ 4th ഫ്ലോറാണ്. ഞങ്ങൾ മുകളിലേക്ക് കയറി. അങ്ങനെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ കഴിയാൻ പോവാണ് ഗൈസ്. ഇനിയിപ്പം ഇത്രയും വേഗം അടുത്ത വീഡിയോസുമായിട്ട് നമ്മുടെ വീട്ടിലെത്തി കയറുന്ന ഭാഗമാണ്. അങ്ങനെ കുഞ്ഞുവാവേനെ നമ്മൾ ബാഗിൽ നിന്ന് ഊരി നിലത്തേക്ക് കിടത്തി. അങ്ങനെ ഇത്രയും നേരം കയ്യിലിരുന്നിട്ട് നിലത്ത് കിടന്നപ്പോഴേ ഭയങ്കര കേട്ടോ. പിന്നെ എടുത്ത് കയ്യിൽ പിടിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.